ഇതെന്താണ് അപ്പോൾ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇടുന്നതെന്നല്ലേ? മഞ്ഞപ്പൊടി മാത്രമല്ല കേട്ടോ, ഉപ്പും കുറച്ചിടുന്നുണ്ട്. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാര്യം എന്താണെന്ന്. അതെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചായക്ക് പറ്റിയ കടിയാണ്. ഇത് വെച്ചിട്ട് ഒരു അടിപൊളി 65 ഉണ്ടാക്കിയാലോ? അപ്പോഴേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണണേ. അപ്പോൾ അതിലുണ്ടായിരുന്ന കാടും മൂടുമൊക്കെ ഞാൻ പറിച്ച് തെളിച്ചിട്ടുണ്ട്. അങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ടേ. അപ്പം നമ്മൾ തീരെ കനം കുറച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. ഓരോരോ ഇതള് കണക്കൊക്കെയാണ് ഇടുന്നത്. ഞാൻ ഇതിന് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് കഴുകിയെടുക്കുന്നുണ്ടേ. കഴുകുമ്പോൾ പുഴുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണേ. നിങ്ങൾ വിചാരിക്കുന്നത് തേയില വെള്ളമാണെന്ന്, പക്ഷേ തേയിലയല്ല കേട്ടോ, മഞ്ഞപ്പൊടി ഈ കളറിലായതാണ്. അങ്ങനെ ഞാൻ തിളയ്ക്കുന്ന ഈ വെള്ളത്തിലേക്ക് ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവറും ഇട്ടതിന് ശേഷം ഒരു 3-4 തിള വരുമ്പോൾ നമുക്ക് ഊറ്റി വയ്ക്കാതെ. അപ്പോൾ നല്ല മഞ്ഞ കളറിൽ നമ്മുടെ കോളിഫ്ലവർ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പരിപാടി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കലാണേ. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം പേസ്റ്റ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്ന് വേണ്ട കണ്ട എല്ലാ പൊടികളും ചേർത്തോണേ. പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇടുന്നുണ്ട്, അത് 2 സ്പൂണാണ് കേട്ടോ ഇടുന്നത്. പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ ഒരു ഡ്രൈ പോലെ തോന്നും. ലേശം വെള്ളം കൂടി ചേർത്തോണം കേട്ടോ, ഒരുപാട് ചേർക്കണ്ട, ഒരല്പം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പാത്രം വന്നിട്ട് വയ്ക്കുന്നുണ്ട്, ഉമ്മി ഇത് ഇന്നെങ്ങാനും ആവുമോയെന്ന്. എന്നാൽ പിന്നെ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ കോളിഫ്ലവർ അങ്ങോട്ട് തട്ടിയിട്ട് അങ്ങോട്ട് അറഞ്ചും പുറഞ്ചങ്ങ് പെരട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച ശേഷം ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനം എല്ലാം ഇവിടെ സെറ്റ് ആയിരിക്കുവാണേ. ഞാനൊട്ടും വൈകിച്ചില്ലല്ലോ അല്ലേ? ഈ സമയം കൊണ്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ചൂടായപ്പോഴത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അങ്ങനെ ഞാൻ കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. എൻ്റെ നാട്ടിൽ മേളയും ഉത്സവമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വാങ്ങി കഴിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് വേവും കേട്ടോ ഇത്. അങ്ങനെ സംഭവം സെറ്റായി വന്നിട്ടുണ്ടേ. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. അടിപൊളി കോളിഫ്ലവർ 65 85 ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ഞാനിത് കോരി എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ അടുത്തത് എടുക്കുന്നുണ്ട്. ഇട്ട് കൊടുക്കുമ്പോൾ ഞാനിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ റെഡി ആയിട്ടുള്ളത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.